ഒരു ENT OPയിൽ കൂടെ നടത്തുന്ന ഒരു പ്രൊസീജിയറാണ് മൂക്കിലെ എൻഡോസ്കോപ്പി അഥവാ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ: എന്താണ് നേസൽ എൻഡോസ്കോപ്പി, എന്ത് കാര്യത്തിനാണ് നമ്മൾ ഈ നേസൽ എൻഡോസ്കോപ്പി ചെയ്യുന്നത്, ഇത് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം, ഇത് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ രോഗികൾക്കുണ്ടാകുന്ന പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഉത്തരം നൽകുന്നു. അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യതയുണ്ടോ? വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും ഒരു നോർമൽ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പിയുടെ വീഡിയോ കാണിക്കുന്നതോടൊപ്പം പലപ്പോഴും OPയിൽ കാണുന്ന മൂക്കിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ കാണിക്കുന്ന എൻഡോസ്കോപ്പി വീഡിയോസും ഈ വീഡിയോയുടെ അവസാനമുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാനൊന്ന് ശ്രദ്ധിക്കണം. ആദ്യത്തെ ചോദ്യം: എന്താണ് നേസൽ എൻഡോസ്കോപ്പി? നമ്മുടെ മൂക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും മൂക്കിൻ്റെ മുൻവശം മുഖത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇവിടെ നിന്ന് ചെവിയുടെ പിന്നിലെത്തുന്നത് വരെ നമ്മുടെ മൂക്ക് നീണ്ടു കിടക്കുന്നു. ഈ മൂക്കിനുള്ളിൽ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് വിളിക്കുന്ന ഭാഗമുണ്ട്. മൂക്കിലേക്ക് മുഖത്തിൻ്റെ ചുറ്റുമുള്ള സൈനസുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ വെറുതെ ഹെഡ്ലൈറ്റ് വെച്ച് നോക്കിയാൽ മാത്രം മൂക്കിൻ്റെ ഉള്ളറകൾ നമുക്ക് ശരിയായ രീതിയിൽ കാണാൻ സാധിക്കില്ല. ഈ സൈനസുകളുടെ ഓപ്പണിങ്ങും മൂക്കിൻ്റെ വളരെ പിന്നിലായിട്ടുള്ള നേസോഫാരിങ്സ് എന്ന സ്ഥലവുമൊക്കെ കാണണമെങ്കിൽ ഒരു എൻഡോസ്കോപ്പിൻ്റെ സഹായം വേണം. അപ്പോൾ ഈ കാര്യത്തിനാണ് ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി എന്ന പ്രൊസീജിയർ ചെയ്യുന്നത്. ഇനി ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി പ്രൊസീജിയറിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഈ ഒരു പ്രൊസീജിയർ സാധാരണഗതിയിൽ OPയിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മൂക്ക് തരിപ്പിക്കാനായിട്ട് മൂക്കിൻ്റെ ഉള്ളിൽ ഒരു മരുന്ന് വെക്കും. ഈ മരുന്ന് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ചെറിയ പഞ്ഞികളിൽ തരിക്കാനുള്ള മരുന്ന് ചേർത്തിട്ടാണ് മൂക്കിൻ്റെ ഉള്ളിൽ ഒരു 5-10 മിനിറ്റ് വെക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് തുമ്മലും മറ്റ് ഇറിറ്റേഷനുകളും കുറയുമെന്ന് മാത്രമല്ല, രോഗിക്ക് വേദന അനുഭവപ്പെടുകയില്ല. ഈ മൂക്കിലെ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് വളരെ പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഒട്ടും ആശങ്കപ്പെടേണ്ട. മൂക്കിലെ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള വേദനയും രോഗി അനുഭവിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാനാണ് മൂക്കിൽ ഈ പാക്ക് വെക്കുന്നത്. പാക്ക് വെക്കുന്ന സമയത്ത് ചെറിയൊരു അസ്വസ്ഥത തോന്നുമെങ്കിലും പിന്നീട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് അതങ്ങ് മാറിക്കിട്ടും. പിന്നെ ഈ പാക്ക് വെക്കുന്നതിൻ്റെ മറ്റൊരു ഗുണം, ഈ പാക്ക് വെക്കാൻ ഉപയോഗിക്കുന്ന മരുന്നിൽ ഒരു ഡീകൺജസ്റ്റൻ ഡ്രോപ്സും കൂടി ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ മൂക്കിൻ്റെ ഉള്ളറകൾ കാണാൻ നമുക്ക് സാധിക്കും. ഇനിയുള്ളത്, എന്ത് തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് മൂക്കിലെ എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് എത്തേണ്ടത്? കാര്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊന്നും മൂക്കിലെ എൻഡോസ്കോപ്പി ചെയ്യാൻ ആവശ്യമില്ല. സാധാരണ OPയിൽ കാണിക്കാൻ വരുന്നത് പോലെ തന്നെ വരാം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മറ്റ് ഗ്യാസ്ട്രോ എൻഡോസ്കോപ്പികളൊക്കെ ചെയ്യുന്നത് പോലെ വെറും വയറ്റിലാണോ വരേണ്ടതെന്ന്. തീർച്ചയായിട്ടുമല്ല. സാധാരണ കഴിക്കുന്നത് പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഡ്രൈവ് ചെയ്ത് വരാവുന്നതേ ഉള്ളൂ. ചില ആളുകൾക്ക് ഇത് ചെയ്യുമ്പോൾ ടെൻഷൻ തോന്നുമെങ്കിൽ കൂടെ ഒരാളെ കൂടി കരുതാം. ചെറിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും കൂടെ അച്ഛനമ്മമാരുണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇനി മൂക്കിലെ എൻഡോസ്കോപ്പി ചെയ്യുന്നതിന് മുമ്പ് സാധാരണ കഴിക്കുന്ന മരുന്നുകൾ നിർത്തേണ്ടതുണ്ട്. ഇത് പല രോഗികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രഷറും ഷുഗറും തൈറോയിഡിൻ്റെയൊക്കെ മരുന്ന് കഴിക്കുന്നവർ ഇതൊന്നും നിർത്തേണ്ട ആവശ്യമില്ല. മൂക്കിൽ നിന്ന് ചോരയൊക്കെ വരുന്ന രോഗികളാണെങ്കിൽ, പ്രത്യേകിച്ചും അവർ ഹാർട്ടിൻ്റെ അസുഖത്തിന് ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ തുടങ്ങിയ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്ടറോട് ചോദിച്ച് അതൊരു 24 മുതൽ 48 മണിക്കൂർ വരെ നിർത്തുന്നത് സൗകര്യപ്രദമായിരിക്കും. അതല്ലാതെ മറ്റ് തയ്യാറെടുപ്പുകളൊന്നും ഈ നേസൽ എൻഡോസ്കോപ്പിക്ക് ആവശ്യമില്ല. ഇനി എന്ത് തരം എൻഡോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ നേസൽ എൻഡോസ്കോപ്പി ചെയ്യുന്നത്? സാധാരണ 2 തരത്തിൽ ഈ നേസൽ എൻഡോസ്കോപ്പി ചെയ്യാം. വളരെ റിജിഡ് ആയിട്ടുള്ള കമ്പി പോലെയുള്ള എൻഡോസ്കോപ്പ് ഉപയോഗിക്കാം. അതുതന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ 2-3 സൈസുകളിൽ ഇത് ലഭ്യമാണ്. പിന്നെയുള്ളത്, ചില ആൾക്കാർക്ക് വളരെ റിജിഡ് ആയിട്ടുള്ള സ്കോപ്പ് ഇട്ട് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ വയർ പോലെ പെട്ടെന്ന് വളയുന്ന ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പും ലഭ്യമാണ്. പിന്നെ ഏത് പൊസിഷനിലാണ് നമ്മൾ നേസൽ എൻഡോസ്കോപ്പി ചെയ്യുന്നത്? സാധാരണ എൻ്റെ OPയിൽ എല്ലാ ആളുകളെയും കിടത്തി തന്നെയാണ് നേസൽ എൻഡോസ്കോപ്പി ചെയ്യാറ്. കാരണം കിടത്തുമ്പോൾ അവർ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. തരിപ്പിക്കാനുള്ള മരുന്ന് വയ്ക്കാൻ എളുപ്പമാണ്. പിന്നെ പേടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ചെറിയ തലകറക്കമോ മറ്റോ വന്നാൽ BP ഫ്ലക്ച്വേഷൻസ് ഒന്നും ഉണ്ടാവുകയുമില്ല. പിന്നെയുള്ളത്, പലപ്പോഴും ഈ മരുന്ന് വെച്ച് തരിപ്പിച്ച ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഈ എൻഡോസ്കോപ്പിക്ക് എടുക്കുന്ന സമയം.
എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂക്കിൻ്റെ നടുവിലുള്ള പാലം എങ്ങനെയാണെന്ന് അസസ് ചെയ്യും. മൂക്കിൻ്റെ പാലത്തിൻ്റെ സൈഡിലുള്ള ടെർബിനേറ്റുകൾ, ഇവയുടെ വലിപ്പം, പിന്നെ കൂടാതെ പുതിയ ദശകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, മൂക്കിൻ്റെ ഉള്ളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സൈനസുകളുടെ ഓപ്പണിംഗ് ബ്ലോക്ക് ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് മൂക്കിലേക്ക് വരുന്ന കണ്ണുനീർ ഗ്രന്ഥിയുടെ ഓപ്പണിംഗ് എങ്ങനെയാണ്, മൂക്കിൻ്റെ വളരെ പിന്നിലായിട്ട് ചെറിയ കുട്ടികളാണെങ്കിൽ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം എങ്ങനെ, ഇത് പൂർണ്ണമായും ശ്വാസമെടുക്കുന്ന ഭാഗത്തെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ, അവിടെ എന്തെങ്കിലും ചെറിയ ഗ്രോത്തുകളോ ട്യൂമറുകളോ ഒക്കെ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് നമ്മളൊരു നേസൽ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ OP ആയിട്ട് തന്നെ വന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്തു പോകാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഈ നേസൽ എൻഡോസ്കോപ്പി. ഇനി നേസൽ എൻഡോസ്കോപ്പി ചെയ്തതുകൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ടോ? എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻസ് വളരെ വളരെ കുറവാണ്. എൻഡോസ്കോപ്പി ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ തരിപ്പിക്കാനുള്ള മരുന്ന് തൊണ്ടയുടെ ബാക്കിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു തരിപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഒക്കെ വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും എടുത്തു പറയാനായിട്ടില്ലെങ്കിലും വളരെ വളരെ റെയർ ആയിട്ടുണ്ടാവുന്ന 1-2 കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ തരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നിന് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാം. ഇതൊക്കെ ഞാനൊരു 2-3 കൊല്ലത്തിൻ്റെ ഇടയിൽ കണ്ടിട്ടേയില്ല. അതുപോലെ തന്നെ രോഗിക്ക് പാക്ക് വെക്കുന്ന സമയത്ത് വാസോവാഗൽ സിങ്കോപ്പ്, അതായത് ശരീരത്തിൽ BP ഒക്കെ കുറഞ്ഞ് വളരെ പാനിക്കായിട്ട് ഉണ്ടാവുന്ന അവസ്ഥ, ഇതും വളരെ റെയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷനാണ്. പിന്നെയുള്ളത് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, രക്തം കട്ട പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളിൽ, അതല്ലെങ്കിൽ ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും ഒക്കെ കഴിക്കുന്ന രോഗികളിൽ ചില അവസരങ്ങളിൽ ബ്ലീഡിംഗ് ഉണ്ടാവാം. എന്നാൽ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന കോംപ്ലിക്കേഷൻസ് തന്നെയാണ്. ഇനി നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള എൻഡോസ്കോപ്പി വീഡിയോ കണ്ടു നോക്കാം. മൂക്കിൻ്റെ ഇടതുഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതാണ് മൂക്കിൻ്റെ പാലം അഥവാ നേസൽ സെപ്റ്റം. വലതുവശത്ത് കാണുന്നത് ഇൻഫീരിയർ ടെർബിനേറ്റ്. ഇപ്പോൾ കൺമുന്നിലുള്ളതാണ് മിഡിൽ ടെർബിനേറ്റ് എന്ന് വിളിക്കുന്ന ഭാഗം. മിഡിൽ ടെർബിനേറ്റിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെയും ഇടയിലുള്ളത് മിഡിൽ മിയാറ്റസ്. ഇവിടെയാണ് പോളിപ്പുകൾ അഥവാ പുതിയ ദശ, അതല്ലെങ്കിൽ സൈനസൈറ്റിസ് ഒക്കെ ഉള്ളപ്പോൾ കട്ടിയുള്ള കഫമൊക്കെ ഈ ഭാഗത്താണ് ഉണ്ടാവുക. കുറച്ചുകൂടി പിന്നിലേക്ക് പോകുമ്പോൾ മൂക്കിൻ്റെ ഏറ്റവും പിൻഭാഗമായ നേസോഫാരിങ്സ് കാണാൻ സാധിക്കും. ഈ നേസോഫാരിങ്സ് ആണ് ചെറിയ കുട്ടികളിൽ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം മൂലം ബ്ലോക്കായി പോകുന്നത്. ഇനി വലതുവശത്തേക്ക് പോകുമ്പോൾ മൂക്കിൻ്റെ പാലം വലത്തേക്ക് വളഞ്ഞിരിക്കുന്നു. ഇൻഫീരിയർ ടെർബിനേറ്റ് എന്ന് വിളിക്കുന്ന ഭാഗം കുറച്ച് വലുതായിട്ടാണുള്ളത്. അതുകൊണ്ട് വളരെ നാരോ ആയിട്ടുള്ള ഒരു നേസൽ ക്യാവിറ്റിയാണ് നിങ്ങൾ ഈ എൻഡോസ്കോപ്പിയിൽ കാണുന്നത്. ഇത് അബ്നോർമൽ ആയിട്ടുള്ള എൻഡോസ്കോപ്പി വീഡിയോ ആണ്. ഇവിടെ എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ മൂക്കിൻ്റെ പാലം കാണാം. നേരെ കാണുന്നത് മിഡിൽ ടെർബിനേറ്റ്. ഇടത് വശത്തായിട്ട് വെളുത്തു തുടുത്ത ചെറിയ ദശകൾ കാണുന്നില്ലേ? ഇതാണ് നേസൽ പോളിപ്പ് അഥവാ മൂക്കിലെ ദശ എന്ന് സാധാരണ ആളുകൾ പറയുന്നത്. അലർജിയുള്ള ആളുകളിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ദശയും മറ്റും ഉണ്ടോ എന്ന് നോക്കാനാണ് നമ്മൾ നേസൽ എൻഡോസ്കോപ്പിയും മറ്റും ചെയ്യുന്നത്. ഇനി വലതുഭാഗത്തേക്ക് പോകുമ്പോൾ ഇൻഫീരിയർ ടെർബിനേറ്റ് കണ്ടു, മൂക്കിൻ്റെ പാലം കണ്ടു. ഇപ്പോൾ നേരെ കാണുന്നതാണ് മിഡിൽ ടെർബിനേറ്റ് എന്ന് വിളിക്കുന്ന ഭാഗം. ഇത് മറ്റൊരു എൻഡോസ്കോപ്പി. ഇവിടെ മൂക്കിൻ്റെ പാലം വലത്തോട്ട് വളഞ്ഞിരിക്കുന്നു. ഇടതുവശത്ത് കാണുന്നതാണ് ഇൻഫീരിയർ ടെർബിനേറ്റ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം മൂക്കിൻ്റെ പാലത്തിൽ ചെറിയ ചെറിയ വെയിൻസ്. ചെറിയ കുട്ടികളും മറ്റും മൂക്കിൽ വിരലിടുമ്പോൾ ഈ ഭാഗത്ത് നിന്നാണ് രക്തം വരുന്നത്. പിന്നിലോട്ട് നോക്കുമ്പോൾ മിഡിൽ ടെർബിനേറ്റ് കാണാം. പിന്നെ വീണ്ടും പിന്നിലേക്ക് പോകുമ്പോൾ നേസോഫാരിങ്സ് എന്ന് വിളിക്കുന്ന ഭാഗത്തെത്തുന്നു. നേസോഫാരിങ്സിലോട്ട് എത്തുമ്പോൾ ഈ രോഗിക്ക് ഇടതുവശത്ത് നല്ല സൈനസൈറ്റിസ് ഉള്ളതുകൊണ്ട് കട്ടിയുള്ള കഫം പിന്നിലേക്ക് ഊർന്നു വരുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേ രോഗിയുടെ ഇടത്തെ മൂക്ക്. ഇവിടെ ഇൻഫീരിയർ ടെർബിനേറ്റ് വലുതാണ്, എന്നാൽ മിഡിൽ ടെർബിനേറ്റ് എന്ന് വിളിക്കുന്ന ഭാഗം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷേപ്പും ഓറിയൻറ്റേഷനും. ഇവിടെ ഈ മിഡിൽ ടെർബിനേറ്റ് നമ്മുടെ മൂക്കിൻ്റെ പാലത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. മൂക്കിൻ്റെ എൻഡോസ്കോപ്പി എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. വളരെ സിമ്പിളായിട്ട് OP പ്രൊസീജിയറായി തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പറയത്തക്ക രീതിയിലുള്ള ഒരു കോംപ്ലിക്കേഷൻസും ഈ നേസൽ എൻഡോസ്കോപ്പി ചെയ്യുന്നത് മൂലം ഉണ്ടാവുകയില്ല. സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്ന് അതേപോലെ തന്നെ കഴിച്ച് OPയിലെത്തി ഈ പ്രൊസീജിയർ കഴിഞ്ഞ് സാധാരണ ചെയ്യുന്ന ജോലികളൊക്കെ
അതേപോലെ തന്നെ തുടർന്നു പോകാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ് നെയ്സൽ എൻഡോസ്കോപ്പി. അതുകൊണ്ട് ഏതെങ്കിലും ഡോക്ടർ ഒരു എൻഡോസ്കോപ്പി മൂക്കിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഭയപ്പെടാതെ ധൈര്യത്തോടു കൂടി അതിന് നിന്ന് കൊടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.